ശ്രീ മുഹമ്മദ് റിയാസ്, ഈ വാട്സാപ്പിൽ കിട്ടിയൊരു മെസ്സേജാണ്. ഇതിന്റെ നിജസ്ഥിതിയൊന്നും എനിക്കറിയില്ല, വന്നതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ മുന്നോട്ട് വെച്ച ഫീസ് കുറയ്ക്കുക എന്ന ഫോർമുല പിണറായിക്ക് വേണ്ടി മാനേജ്മെന്റ് യോഗത്തിൽ തകർത്തത് ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരെന്ന് ആരോപിക്കുന്ന നെഹ്റു ഗ്രൂപ്പ് കോളേജുകളുടെ മുതലാളിമാരാണ്. നെഹ്റു ഗ്രൂപ്പിന്റെ മറ്റൊരു സ്ഥാപനമായ ദാസ് മെഡിക്കൽ കോളേജ് ഗവേണിംഗ് ബോഡി മെമ്പർമാരിൽ ഒരാളും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ ഒരു വനിതാ അംഗവുമായ ജമീല ബാലൻ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായ AK ബാലന്റെ ഭാര്യയാണ്. നെഹ്റു ഗ്രൂപ്പും പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധം ചെറുതല്ല എന്നർത്ഥം. ജിഷ്ണുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി അന്വേഷിച്ചാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ല എന്നുറപ്പാണ്. സത്യം കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നാണ് ഈ സന്ദേശം ചർച്ചയ്ക്കിടയ്ക്ക് കിട്ടിയതുകൊണ്ട് ശ്രീ റിയാസിന്റെ പ്രതികരണത്തിനായി സമർപ്പിക്കുന്നു. വിനു, എന്നെ പൂർണ്ണമായിട്ട് പറയാൻ അനുവദിക്കണം. സിദ്ദീഖിനും ശ്രീ ഫസൽ ഗഫൂറിനും ഒക്കെ പറയുമ്പോൾ വിനു ഇടപെടാതെ അവസരം കൊടുത്തതുപോലെ എന്നെ ഒന്ന് അവസരം തരണം. ഒന്ന്, ഏതെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജ് വെച്ച് ചർച്ച ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വാട്സപ്പിൽ വിനുവിനെ കുറിച്ച് RSSന് വേണ്ടി വിടുപണി ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ് വിനു എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് മെസ്സേജ് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതുപോലെയുള്ളൊരു മെസ്സേജ് വായിച്ച് ചർച്ച ചെയ്യുന്ന ആളല്ല ഞാൻ. അങ്ങനെ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ സിദ്ദീഖ് ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ ആ കുട്ടിയുടെ വീട് സന്ദർശിച്ച കാര്യം പറഞ്ഞപ്പോ ശ്രീ വിനു ഇടപെട്ടു, അതിപ്പോ പറയേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീ സിദ്ദീഖിനോട് അദ്ദേഹം സന്ദർശിച്ചതും മറ്റും വിശദമായി പറയാനുള്ള അവസരം കൊടുത്തു. ആയിക്കോട്ടെ, അതിലൊന്നും ഞാൻ തെറ്റോ അതൊരു സങ്കുചിതമായി കാണാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ ഇടിമുറികൾ തകർത്തു എന്നുള്ളതിനാണ് ഇപ്പൊ മാനേജ്മെന്റ് പ്രശ്നമാക്കുന്നത്. ആരാ അതിന്റെ ഉത്തരവാദികൾ? SFI ആണോ? വിദ്യാർത്ഥികളാണോ? ഉത്തരവാദികൾ മാനേജ്മെന്റാ. തെമ്മാടിത്തരം ചെയ്താൽ ഇടിമുറിയല്ല, അതിന്റെ അപ്പുറം തകർക്കും. അതിന് വിദ്യാർത്ഥികൾക്ക് ശേഷിയുണ്ട്. SFI നല്ല ശേഷിയുള്ള സംഘടന. ഇനി അവർക്ക് അത്യാവശ്യം അതിനെന്തെങ്കിലും സഹായം വേണമെങ്കിൽ DYFIയും നല്ല നിലയിൽ ജനങ്ങളുടെ വികാരത്തെ തിരിച്ചറിഞ്ഞ് സഹായം നൽകും. ഇവിടെ